ആശ്വാസവും നൽകി. മകൾ നവമിയെയും ബന്ധുക്കളെയും എല്ലാം കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയും ആ കുടുംബത്തിനുണ്ടാകുമെന്ന ഉറപ്പാണ് മന്ത്രി വി എൻ വാസവൻ നൽകിയിട്ടുള്ളത്. അടിയന്തര ധനസഹായം നൽകിയിട്ടുണ്ട്. മകൾക്ക് ജോലി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ ജോലി ഉറപ്പുവരുത്തുമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. ചികിത്സ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ജയകുമാർ സാർ ഇങ്ങോട്ട് നൽകുന്ന ധനസഹായത്തിന്റെ ആദ്യ ഘടുവാണോ കൈമാറിയത്? ഇപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ശവസംസ്കാര ചടങ്ങിന് ആവശ്യമായ സാമ്പത്തിക സഹായം അടിയന്തരമായി കൊടുക്കേണ്ടതാണ്. അത് മെഡിക്കൽ കോളേജിൻ്റെ HDS ഫണ്ടിൽ നിന്ന് 1,00,000 രൂപ ഇന്നലെ വൈകിട്ട് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് അടിയന്തരമായി കൊടുത്തതാണ് ഇപ്പം ചെയ്തത്. ഇനി ക്യാബിനറ്റ് ചേർന്ന് അടുത്ത ക്യാബിനറ്റ്, സാധാരണഗതിയിൽ വലിയ തുകകൾ എപ്പോഴും തീരുമാനിക്കുന്ന ക്യാബിനറ്റാണ്. അത് കൃത്യമായി കളക്ടർ റിപ്പോർട്ട് അദ്ദേഹം കൂടെയുണ്ട്. അദ്ദേഹം നാളെ തന്നെ ഇന്ന് തന്നെ റിപ്പോർട്ട് എഴുതി അയക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ക്യാബിനറ്റിൽ കുടുംബത്തിന് കൊടുക്കുന്ന ധനസഹായം പ്രഖ്യാപിക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ഈ കാര്യം ഇങ്ങോട്ട് തന്നെ അന്വേഷിച്ചു, കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ്. അപ്പോൾ വളരെ പാവപ്പെട്ട കുടുംബമാണെന്ന് അപ്പം തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്യാബിനറ്റിൽ ധനസഹായം കൊടുക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ സൂചിപ്പിച്ചു. ഇന്ന് രാവിലെ വീണ്ടും കണ്ടു, സംസാരിച്ചു. റിപ്പോർട്ട് വന്നോട്ടെ ക്യാബിനറ്റിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് 11-ാം തീയതി ക്യാബിനറ്റിൽ തുക എത്രയാണെന്നത് തീരുമാനിച്ച് പ്രഖ്യാപിക്കും. അപ്പോൾ കുടുംബത്തിന് അല്ല പറയട്ടെ, ഞാൻ എല്ലാം കൂടെ പറയാം, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് പറയാം. ഞങ്ങൾ ഈ കാര്യത്തിൽ ആ കുടുംബം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നോട്ട് വെച്ച ആവശ്യം ആ കുട്ടിയുടെ ചികിത്സയാണ്. വീണയുടെ ആ കുട്ടി അപ്പോളോ ഹോസ്പിറ്റലിലെ 4ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അവിടെ വെച്ചുണ്ടായ ഒരു അസുഖത്തെ തുടർന്ന് ഇവിടെ വന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതാണ്. ഒരു സർജറി അനിവാര്യമാണ് ആ കുട്ടിക്ക്. ആ സർജറിക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ്. അത് ഇന്നലെ തന്നെ ആലോചിച്ചു. ബഹുമാന്യായ സൂപ്രണ്ടും പ്രിൻസിപ്പലും എൻ്റെ കൂടെ ഉണ്ട്. അവർ ആ കാര്യത്തിനോട് ഇവിടെ നേരിട്ട് പറയാനും എപ്പം ആ കുട്ടിയെ കൊണ്ട് വന്നാലും അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ സർജറി പൂർണ്ണമായി അതിന് ഭേദമാകുന്നോടം വരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചിലവുകൾ വരുമോ അത് മുഴുവൻ നമ്മൾ വഹിക്കും. ആ രൂപത്തിൽ ആ അസുഖം ഭേദമാക്കി കൊടുക്കാനുള്ള എല്ലാ ചുമതലയും ഗവൺമെൻറ്റും ഈ ഹോസ്പിറ്റലും ചേർന്ന് ഏറ്റെടുക്കുകയാണ്. അതായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ്. രണ്ടാമത് നമ്മളിപ്പോൾ ഫ്യൂണറലായിട്ടുള്ള അടിയന്തര സഹായം കൊടുത്തു. 3-ാമത്തെ കാര്യം, മകനെ സംബന്ധിച്ചോളം ഒരു താൽക്കാലിക ജോലിയെങ്കിലും അടിയന്തരമായി വേണം. മെഡിക്കൽ കോളേജിൻ്റെ HDSൽ ഇപ്പോൾ താൽക്കാലികമായ അത്തരം ചില കാര്യങ്ങൾ ചെയ്യാൻ കളക്ടർ ചെയർമാനായും സൂപ്രണ്ട് സെക്രട്ടറിയായും ഞങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള കമ്മിറ്റിയുണ്ട്. അതാലോചിച്ച് ആ കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞ് പിന്നീട് സ്ഥിരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കും. മറ്റൊരു കാര്യം ധനസഹായമാണ്. അത് ക്യാബിനറ്റ് ചേർന്ന് കൃത്യമായി പ്രഖ്യാപിക്കും. ഇങ്ങനെ അവർ മുന്നോട്ട് ആവശ്യപ്പെട്ട 4 കാര്യവും നടപ്പാക്കി ആ കുടുംബത്തോടൊപ്പം ഗവൺമെൻറ്റുണ്ട്. സർക്കാർ കൃത്യമായി ആ ഗവൺമെൻറ് ഈ കുടുംബത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കണോ ആ കാര്യങ്ങൾ ചെയ്ത് അവരെ സംരക്ഷിക്കും. അതാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഈ തരത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ഇപ്പം താൽക്കാലികം എല്ലാം അടിയന്തരമായി ചെയ്യാൻ പറ്റൂ. മറ്റേ ഗവൺമെൻറ്റിനെ ചെയ്യുന്നതിന് ക്യാബിനറ്റ് ഡിസിഷൻ വേണം, മറ്റു പല കാര്യങ്ങൾ വേണം. അതിന് മുമ്പ് തന്നെ മെഡിക്കൽ കോളേജ് HDSൽ താൽക്കാലിക ജോലിക്ക് എടുക്കാൻ നിലവിലുള്ള പ്രൊവിഷനുണ്ട്. അത് വേക്കൻസി നോക്കിയിട്ട് കളക്ടറാണ് അതിൻ്റെ ചെയർമാൻ, സെക്രട്ടറി സൂപ്രണ്ടുമാണ്. അത് ചർച്ച ചെയ്തിട്ട് അടിയന്തരമായി കൊടുക്കാൻ പറ്റും. അതാണ് അവരെ പെട്ടെന്ന് ആവശ്യപ്പെടുന്നത്. അത് പാരലായിട്ട്. അതിനുശേഷം പിന്നെ ശാശ്വതമായിട്ടുള്ളത് ക്യാബിനറ്റും അതുപോലെ ഗവൺമെൻറ്റും പൊതുവിൽ ആലോചിക്കേണ്ടത്. അതും ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 കാര്യം ആലോചിക്കും, താൽക്കാലികവും ശാശ്വതവും. മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞതാണ് സാമ്പത്തിക സഹായം. കളക്ടർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് കൂടി നമ്മൾ കൃത്യമായി ഇവരുടെ ദയനീയാവസ്ഥ റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ച് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റ് കൂടിയേ തീരുമാനിക്കാൻ പറ്റും. അത് നിങ്ങൾക്കെല്ലാം അറിയാം, വലിയ തുകകൾ തീരുമാനിക്കുന്നതെല്ലാം ക്യാബിനറ്റാണ്. അപ്പോൾ ഇനിയത്തെ അടുത്ത ക്യാബിനറ്റ് എന്ന് പറയുന്നത് 11-ാം തീയതിയാണ്. 11-ാം തീയതി ക്യാബിനറ്റിൽ തീരുമാനിക്കും. സർക്കാർ പ്രതിനിധികളെ എന്തോ കളക്ടർ റിപ്പോർട്ട് ഇപ്പോൾ അദ്ദേഹം രണ്ട് റിപ്പോർട്ടാണ്. ഒന്ന് ധനസഹായവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ മിനിസ്റ്ററിനോട് ആവശ്യപ്പെട്ടിരുന്നു. 2 ദിവസത്തിന് കൊടുക്കാം, നാളെ കൊടുക്കും ഒരെണ്ണം.
മറ്റേ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ ഇല്ല, അങ്ങനെ ഒരു വിമർശനവും ഞങ്ങളല്ല എന്തെങ്കിലും നിങ്ങൾ വരുന്നതിന് മുമ്പ് അവിടെ ആദ്യം ഉണ്ടായിരുന്നു. ഈ സംഭവം ഉണ്ടായപ്പോൾ തൊട്ട് ഞാനുണ്ടായിരുന്നു, വീണാ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അതുപോലെ സൂപ്രണ്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാ കാര്യവും ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കയറ്റി വിടുന്നോടം വരെ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ എവിടെയാ ആ കുടുംബത്തെ കാണാൻ നേരം അമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ വിളിച്ച് ചോദിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ അവരെല്ലാം മറ്റൊരവിടെ. അല്ല നിങ്ങളല്ലേ ഈ കാര്യത്തിൽ ഇങ്ങനെ പറയാം. ഞങ്ങൾ ഈ കാര്യത്തിൽ അപ്പം തൊട്ട് ആ സമയം തൊട്ട് ഇതിന്റെ പുറകെ ഉണ്ട്. ഇന്നലെ ഏതാണ്ട് 11 മണിയോടുകൂടി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് ഇന്നലെ രാത്രി വൈകിയാണ് ഈ ബോഡി കയറ്റി വിട്ടതിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ എത്തിയതാണോ അവരെ കാണാനായിട്ട്? ഇല്ല, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മോർച്ചറിക്കകത്താണ് ബോഡി മോർച്ചറിക്കകത്ത് സാറിന് കയറി കാണാൻ ആരും പോകാറില്ല, കയറ്റാറുമില്ല. പിന്നെ പിന്നെ അവിടെ ഈ മറ്റ് അതിന്റെ ആവശ്യം നിങ്ങളുടേതായിരുന്നു. എന്ന് വെച്ചാൽ ചാനലുകാർക്കൊരു മുമ്പിൽ ഷോ കാണിക്കാൻ കുറേ ആളുകൾ ബഹളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മിനിസ്റ്ററുടെ ആരോഗ്യമന്ത്രിയാരൊക്കെ ഇറക്കിക്കൊണ്ട് പോകണം ചില ആളുകൾ വളം വെക്കുന്നത് കണ്ടു. അപ്പം അങ്ങനൊരു ബഹളത്തിനൊക്കെ സീനുണ്ടാക്കുന്ന പണിയല്ല ആരോഗ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഉള്ളത്. മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ഇവിടെ കേന്ദ്രീകരിച്ചിരുന്ന് ഇന്നലെ അവിടെ ചെയ്യേണ്ട അടിയന്തര കാര്യം, ഒന്ന് ആക്സിഡന്റ് പറ്റിയപ്പോൾ അതിന് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട രക്ഷാദൗത്യം, 2 പരിക്ക് പറ്റിയവർക്ക് ചികിത്സ, 3 മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം, 4 തുടർന്ന് ആ കെട്ടിടത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവിടെയുള്ള 6 വാർഡുകളിലെ 360 രോഗികളെ നമ്മൾ പുതുതായി പണിതിട്ടിരിക്കുന്ന ബിൽഡിലേക്ക് മാറ്റുക. അത് ഇന്നലെ രാത്രി തന്നെ നടന്നു. അതുൾപ്പെടെ ബാക്കിയുള്ള ആർക്കും ഇനി ഒരു ആപത്ത് വരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുന്ന കൃത്യമായ നടപടികളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് രാത്രിയോട് കൂടിയാണ് ഫിനിഷ്. രാത്രി 1 മണിയായി തീരുമ്പോൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് അവിടെ അടിയന്തരമായി. അതോടൊപ്പം തന്നെ ഇന്നേ ബാക്കി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുള്ളൂ. ആ സമയമാകുമ്പോൾ ഇവരോട് ആശയവിനിമയം നടത്തി വൈകുന്നേരം ആകുമ്പോഴേക്ക് ഗവൺമെന്റിന്റെ അഭിപ്രായമായിട്ട് ഞങ്ങളിവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞ് കൃത്യമായി വന്നു. അതുകൊണ്ട് ഇതിന്റെ ഇന്നലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് കളക്ടറെ കൊണ്ട് ഞങ്ങൾ വിളിച്ചു വരുത്തി. ആ സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉത്തരവിട്ടാണ് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടന്നത്. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാം ഇടപെട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് വേറെ അതിനകത്ത് ഒരു അനാസ്ഥ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ സമയബന്ധിതമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം കൈകാര്യമുണ്ട് പരിശോധിച്ചുള്ളൂ. 10:59 ഫയർഫോഴ്സ് JCB-കാരന് മെസ്സേജ് കൊടുത്തിരുന്നു. താമസിച്ചപ്പോൾ ഞാനാണ് വന്നിടപെട്ടിട്ട് എന്ത് താമസിക്കുന്നു പെട്ടെന്ന് വീണ്ടും വിളിച്ചു വരുത്താൻ ഫയർഫോഴ്സ് ഓഫീസറോട് പറഞ്ഞു. അവിടെ 11:35-36 JCB കയറി വരുമ്പോൾ വലിയ രൂപത്തിൽ നമുക്ക് ബ്ലോക്കാണ്. കെട്ടടി ഇടിച്ചു പൊളിക്കേണ്ട സ്ഥിതി വരുമ്പോൾ രോഗികൾ താഴെ പോകും. അപ്പോൾ പിന്നെ കാഷ്വാലിറ്റി എന്നുള്ള രോഗികളെ കൊണ്ടുവന്ന റൂട്ട് മാത്രമാണ് ഉള്ളത്. അതിനെ കയറ്റിക്കൊണ്ട് JCB ഇറ്റാച്ചി കയറി വരുമ്പോൾ അത് ഇടിഞ്ഞു താഴെ പോകാം. അതിനുള്ള ബലവത്താക്കിക്കൊണ്ടാണ് അതിലെ കയറി വരുന്നത്. ആ കയറി വരുമ്പോഴാണ് വാതിൽ കൂടി ഇത് കടക്കാതെ വന്നു. പിന്നെ ആ വാതിൽ ഇരുമ്പ് കമ്പിയാണ്, അത് മുഴുവൻ ആക്സോ കൊണ്ടുവന്ന് അറുത്ത് മുറിച്ച് മാറ്റിയിട്ടാണ് അത് കയറ്റി വരുന്നത്. നിങ്ങളാരും ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ JCB കയറി വന്ന സമയത്ത് ഇത്തരം തടസ്സങ്ങളുണ്ടായതാണ് അവിടെ ഒരു താമസം എന്ന് പറഞ്ഞു. ഇനി അതെല്ലാം നിങ്ങളെടുത്തു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ അതുകൂടെ പരിശോധിക്കുക. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു നേച്ചർ ഓഫ് ഡെത്ത്. അതിൽ കൃത്യമായി ഇൻസ്റ്റന്റ് ഡെത്താണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് വീണപ്പോൾ തന്നെ തലയൊട്ടി പൊട്ടി ഇത് സംഭവിച്ചിട്ട് മരിച്ചു. ശ്വാസം മുട്ടി അല്ല മരിച്ചിരിക്കുന്നു. അതോടെ വരുമ്പോഴാണ് അതിന്റെ കൃത്യത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഉണ്ടല്ലോ ഇവിടെ, 2 പേരുണ്ട്, പ്രിൻസിപ്പലും സൂപ്രണ്ടും ഉണ്ട്.